ഞാൻ ഡോക്ടർ ലക്ഷ്മി. കൺസൾട്ടിംഗ് ബേബി സർജൻ പ്രോയിൻസ്. ഇപ്പൊ നമ്മുടെ ഒപ്പീഡിയിൽ വരുന്ന പകുതി കൂടുതലും പാരന്റ്സ് പറയും, എന്റെ കുട്ടി വാതകമുണ്ട്, മുറുക്കം പൊതിക്കുന്നു, ഇടയ്ക്ക് ജലദോഷം വിട്ടുമാറാത്ത ജലദോഷം വരുന്നു, ഒന്ന് തുന്നിക്കഴിഞ്ഞാൽ നിരന്തരം തുമ്മൽ വരുന്നു, ഒരു മാസത്തെ 4-5 തവണ ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും എന്നുള്ള പ്രശ്നമാണ് കൂടുതലായിട്ട് പാരന്റിൽ. പൂർവ്വം വരെ ഇന്നും സ്ഥിരമായ ശീലമാണ് എന്നൊരു സംശയമുണ്ട്. കുട്ടികളിൽ കൂടുതലായി ഈ കാരണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത് കുട്ടികളിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്, ക്രോണിക് അഡിനോയിഡൈറ്റിസ് എപ്പിഡെമിക്. എന്താണ് അഡിനോയിഡ്? അഡിനോയിഡ് എന്ന് പറയുന്നത് മുട്ടിന്റെ പുറകിൽ ഉണ്ടാകുന്ന ഒരു ദശ. ദശ ഉദ്ദേശിക്കുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനത്തിനുള്ള ഒരു ഇൻഫെക്ഷൻ. അത് കുട്ടികളിൽ എല്ലാവരുടെയും കാണും. ഒരു 3-6 വയസ്സ് വരെ അതിനൊരു വലിപ്പം ഉണ്ടാകുകയും പയ്യെ അത് കുറഞ്ഞു വരികയും ചെയ്യും. ഒരു അഡോളസൻ ഒരു 12-13 വയസ്സാകുമ്പോൾ നന്നായി ചുരുങ്ങി. ചില കുട്ടികളിൽ അത് ചുരുങ്ങാതെ അത് വലിപ്പമുണ്ടായി. അങ്ങനെയുള്ളവർക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ കാണുന്നത്. ഇനി ഈ അടിവടിന്റെ പരിധം നമ്മൾ ശ്രദ്ധിക്കാതെ പോലെ കുട്ടികളിൽ ചെടിയും നഷ്ടപ്പെടും. ചെടികളും ഈ മൂക്കും ചെടിയും കാണുമ്പോൾ എക്സ്പേഷ്യൽ രൂപം അതിന് ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ ചെവി ഇൻഫെക്ഷൻ പേടി കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ സ്കൂളിലേക്ക് ടീവി കൊണ്ടുവരാനും കുട്ടികളെ സ്കൂളിലേക്ക് പെർഫോമൻസ് തന്നെ പോകും. ഇതല്ലാതെ തന്നെ മുഖത്ത് തന്നെ കുട്ടികളെ മുഖത്തിന്റെ എല്ലുകൾ നീണ്ടതാകാം, പൂവ് ഒന്ന് പഴഞ്ഞു പോകാം, പല്ലുകൾ കൂടി വരാം, ഏതെങ്കിലും അടിമൂന്ന് സ്പീഷീസ് ഉണ്ട്. കുട്ടികൾ ഒച്ചയിൽ തന്നെ വ്യത്യാസമുണ്ടാകും. കുട്ടികളെ സംസാരിക്കാൻ വോയിസ് ചേഞ്ച് കഴിയും. എങ്ങനെ ഇങ്ങനെ അനുഭവമുള്ളത് അനുഭവം ഇപ്പോൾ ഒരു ക്യാമറയിൽ നേസൽ എൻഡോസ്കോപ്പ് ഇട്ടാൽ അടിയോടെ സെൻസ് വരും. വീട്ടിൽ എക്സ്ട്രാ എടുക്കാമോ എന്ന് അടിയൊരു വീട്ടിൽ മുട്ടലുണ്ട്. ഇങ്ങനെ കണ്ടു കഴിച്ചു കഴിഞ്ഞു അതിനെന്തായ ട്രീറ്റ്മെന്റ്. എല്ലാവർക്കും സർജറി വേണമെന്നില്ല, ചിലർക്കും മരുന്നുകൾ തരുന്നു. നിങ്ങളുടെ കുട്ടികളിൽ ഇങ്ങനെ ഉടനെയുണ്ട്. അടുത്തൊരു